തൃശ്ശൂരിൽ വൻ ലഹരി വേട്ട നടന്നിരിക്കുകയാണ്. 330 ഗ്രാം MDMA-യുമായി രണ്ടുപേരെ തൃശ്ശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടിയിരിക്കുകയാണ്. കാസർഗോഡ് സ്വദേശി നജീബ്, ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, 330 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം ഒരു വലിയ കണക്കാണ്, വലിയ അളവാണ്. ഇപ്പോൾ ഈ രണ്ടുപേരെ പിടികൂടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു വലിയ സംഘത്തിൻ്റെ സാധ്യത കാണുന്നുണ്ടോ പോലീസും നാർക്കോട്ടിക് സ്ക്വാഡും ഒക്കെ ഇതിൽ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ 330 ഗ്രാം MDMA എന്ന് പറയുന്നത് ഒട്ടും ചെറിയ അളവല്ല. ഒരു വലിയ മയക്കുമരുന്ന് വേട്ട എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും. വൻ മയക്കുമരുന്ന് വേട്ട എന്ന വാക്ക് തന്നെ നമുക്കത് ഉപയോഗിക്കാം. കാരണം വിപണിയിൽ, ചില്ലറ വിൽപ്പന വിപണിയിൽ ഇതിൻ്റെ ഒരു വില കണക്കാക്കിയാൽ, അതായത് ഇവർ ചില്ലറ വിൽപ്പന നടത്തുന്ന വില കണക്കാക്കിയാൽ 15 ലക്ഷം രൂപയിലധികം വില വരുന്ന മയക്കുമരുന്നാണിത്. നമുക്കറിയാം MDMA എന്ന് പറയുന്നത് വളരെ ചെറിയ അളവിൽ തന്നെ വലിയ വിലയുള്ളതും, അത് ചെറിയ നിസ്സാര ഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ അളവാണ്. മറ്റ് വസ്തുക്കൾ കണക്കാക്കുന്നത് പോലെയല്ല, കഞ്ചാവ് വേട്ടയോ അല്ലെങ്കിൽ മറ്റു പോലെയല്ല. അങ്ങനെ ഒരു വലിയ മയക്കുമരുന്ന് വേട്ട നടന്നിരിക്കുന്നു. ഈ അടുത്ത കാലത്തായി തൃശ്ശൂരിൽ നടന്നിട്ടുള്ള, തൃശ്ശൂർ സിറ്റി പോലീസ് പിടികൂടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു മയക്കുമരുന്ന് വേട്ട എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും. രാസലഹരിയായ MDMA ആണ് പിടികൂടിയത്. കാസർഗോഡ് സ്വദേശിയായ നജീബും ഗുരുവായൂർ സ്വദേശിയായ ജിനീഷ്, ഇവർ രണ്ടുപേരുമാണ് പിടിയിലായത്. ഇവർ കാറിൽ ആണ് ലഹരി മരുന്ന് കടത്തിയത്. ബംഗളൂരുവിൽ നിന്നും വാങ്ങി തൃശ്ശൂരിൻ്റെ തീരമേഖലയിൽ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിനായി, ചാവക്കാട്, ഗുരുവായൂർ ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ജില്ലയുടെ തീരമേഖലകളിലൊക്കെ വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവരികയായിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാത്രി നടന്ന വാഹന പരിശോധനയ്ക്കിടെ ഇവർ പിടിയിലാകുന്നത്. തൃശ്ശൂരിൽ അടുത്തിടെയായി നിരവധി തവണ MDMA ഉൾപ്പെടെ മയക്കുമരുന്നുകൾ പിടികൂടിയിട്ടുണ്ട്. ഏതാനും 2 ദിവസം മുൻപാണ് കൊരട്ടിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിൽ നിന്നും 18 ഗ്രാം MDMA പിടിച്ചെടുത്തത്. അതിന് തൊട്ട് മുൻപത്തെ ദിവസം ആളൂരിൽ നിന്നും MDMA പിടികൂടിയിരുന്നു. ഒരാഴ്ച മുൻപാണ് കുതിരാനിൽ നിന്നും 42 ഗ്രാം MDMA-യുമായി തൃശ്ശൂർ സ്വദേശിയ യുവാവിനെ അറസ്റ്റ് ചെയ്തത്. അതിന് 2 ദിവസം മുൻപ് വടക്കാഞ്ചേരി, ചെറുതുരുത്തി മേഖലകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, 15 ചാക്കോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയിരുന്നു. അങ്ങനെ അടുത്ത കുറച്ച് നാളുകളായി, അതായത് ഒരു മാസത്തിനുള്ളിൽ നിരവധി മയക്കുമരുന്ന് വേട്ടകൾ തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്. തൃശ്ശൂർ വഴി, തൃശ്ശൂർ ജില്ലയിലൂടെ വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തപ്പെടുന്നുണ്ട് എന്നാണ് ഈ വിവരങ്ങൾ ലഭിക്കുന്ന സൂചന. ഇന്നത്തെ ശക്തമായ നിരീക്ഷണത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഇവരെ ഇത്തരത്തിൽ തുടർച്ചയായ മയക്കുമരുന്ന് വേട്ടകൾ നടക്കുന്നു? ഈ ശക്തമായ നിരീക്ഷണം ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ സംഘങ്ങളുടെ, അതായത് ഇപ്പോൾ എക്സൈസിൻ്റെ ആണെങ്കിലും നാർക്കോട്ടിക് സെല്ലിൻ്റെ ഒക്കെ ആണെങ്കിലും ഭാഗത്തുനിന്ന് വരുന്നു എന്നതുകൊണ്ടാണോ ഇവരെ ഇങ്ങനെ വലയിലാക്കാൻ കഴിയുന്നത്? അതുകൂടി ഇതിൻ്റെ ഒരു കാരണമാണ് മനു. കാരണം കുറച്ച് നാളായി പോലീസും എക്സൈസ് വിഭാഗവും ലഹരി വിരുദ്ധ സ്ക്വാഡും ഒക്കെ വളരെയധികം അലർട്ടായിട്ടുണ്ട്. കാരണം അടുത്ത കാലത്തായി ചെറിയ നിരവധി മയക്കുമരുന്ന് കേസുകൾ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ പിടികൂടപ്പെടുന്നതല്ല, അതിനേക്കാൾ വലിയ കടത്തുകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നത് പോലീസിന് വ്യക്തമാണ്. അതിൻ്റെ ആ സാഹചര്യത്തിൽ കൂടിയാണ് അല്പം കൂടി അലർട്ടായി നിൽക്കുന്നത് പോലീസ്. പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്, വാഹന പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, സ്കൂൾ തുറക്കാൻ പോകുന്ന സാഹചര്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ലഹരി സംഘങ്ങൾ കൂടുതൽ മയക്കുമരുന്ന് എത്തിക്കാനും കുട്ടികളെ കൂടുതൽ പേരെ വലയിലാക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. തന്നെയുമല്ല, പല യുവാക്കൾ ഉൾപ്പെടുന്ന പല ക്രിമിനൽ കേസുകളിലും പോലീസിന് വ്യക്തമായത്, പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യക്തമായത്, ഇതിൽ ഭൂരിഭാഗം പേരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നാണ്. അതിൻ്റെ കൂടി സാഹചര്യത്തിൽ പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും എക്സൈസും എല്ലാം വളരെ ശക്തമായ നിരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു. മനു, ശരി. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും 330 ഗ്രാം MDMA ആണ് പിടികൂടിയിരിക്കുന്നത് തൃശ്ശൂരിൽ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൃശ്ശൂരിൽ വലിയ തോതിൽ ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള ലഹരി മരുന്നുകൾ പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിരീക്ഷണം പോലീസും ഒപ്പം തന്നെ എക്സൈസും ഒക്കെ കർശനമാക്കിയതുകൊണ്ടാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തിയോഫിൻ പറഞ്ഞതുപോലെ സ്കൂളുകളൊക്കെ തുറക്കാൻ പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ തീരദേശ മേഖലയിലേക്ക് വിപണനത്തിനായി കൊണ്ടുവന്ന മരുന്നാണ് ഇപ്പോൾ MDMA ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. 330 ഗ്രാം ഉണ്ട്. ഒരു വലിയ തുകയുടെ വലിയ അളവുള്ള ഒരു മരുന്ന് വേട്ട കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.